കൊല്ലം കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള കൊല്ലം രൂപത റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. 12 മുതൽ 16 വരെ ആശ്രാമ മൈതാനത്താണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ദിവസവും വൈകിട്ട് 3:30 മുതൽ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുക. 10,000 പങ്കെടുക്കുന്ന റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷൻ കൊല്ലം രൂപതാമിത്ര ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്യും. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവവചനമെന്ന് കൊല്ലം രൂപതാ മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു. കൊല്ലം രൂപത വർഷങ്ങളായി ബൈബിൾ കൺവെൻഷൻ നടത്തി വരുന്നു. കൊല്ലം രൂപതയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ സഹായത്തോടുകൂടി ഈ വർഷവും കൊല്ലം ബൈബിൾ കൺവെൻഷൻ ആശ്രമ മൈതാനിയിൽ നടത്തപ്പെടുകയാണ്. 2025 ഫെബ്രുവരി മാസം 12 മുതൽ 16 വരെ വൈകിട്ട് 3:30 മണി മുതൽ രാത്രി 9 മണി വരെ ആശ്രമ മൈതാനിയിൽ വെച്ച് ഈ കൺവെൻഷൻ നടത്തപ്പെടുകയാണ്. ധ്യാനം നയിക്കുന്നത് ഫാദർ ജോർജി പള്ളിക്കുന്ന്, താബൂർ ധ്യാന കേന്ദ്രം ഡയറക്ടർ ആണ്. നിങ്ങളേവരെയും കർത്താവിന്റെ വചനം കേട്ട് അനുഭവിക്കുവാൻ ക്ഷണിക്കുന്നു. പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവവചനം. ക്രൂശിതനായ യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് സഹോദര സ്നേഹത്തിന് കൈകോർത്ത് പിതാവിന്റെ സമുദ്രത്തിലേക്ക് മുന്നേറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. വിടുതലിന്റെയും ക്ഷമാപനത്തിന്റെയും കരുണയുടെയും അനുഭവം ഈ ജൂബിലി വർഷത്തിൽ ലഭിക്കുമാറാകട്ടെ. ഏറെ പ്രത്യേകിച്ച് ഈ കൺവെൻഷനിലൂടെ നമുക്ക് ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും പുത്രന്റെ സ്നേഹവും പരിസരങ്ങളുടെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായി. കൊല്ലം രൂപതയെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് മോൺസിനൂർ ബൈജു ജൂലിയൻ പറഞ്ഞു. ഈശ്വരൻ പ്രിയമുള്ളവരെ, കൊല്ലം രൂപതയുടെ നേതൃത്വത്തിലുള്ള കൊല്ലം ബൈബിൾ കൺവെൻഷൻ 2025 ആരംഭിക്കുകയാണ്. വരുന്ന ഫെബ്രുവരി മാസം 12-ാം തീയതി ആശ്രാമ മൈതാനത്തില് ഈ വലിയ ദൈവവചന വിരുന്ന് ആരംഭിക്കുകയാണ്. കൊല്ലം രൂപയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിന്റെ ദിവസങ്ങളാണ്. കാരണം കേരളത്തിലെ കരിസ്മാറ്റിക് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ ദൈവദാസനായ ജെറോം പിതാവ് ആരംഭിച്ച വലിയ കരിസ്മാറ്റിക് പ്രസ്ഥാനം വലിയ സുവിശേഷ പ്രഘോഷണ പ്രസ്ഥാനമായി ഇന്ന് മാറിയിരിക്കുകയാണ്. കൊല്ലം രൂപതയില് നിരവധി ആത്മായ സഹോദരങ്ങള് ആത്മാർത്ഥത്തോടുകൂടി ഈ വചനവേദിയും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി ഇന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ വർഷവും കൊല്ലം ബൈബിൾ കൺവെൻഷൻ നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവാനുഭവം നൽകുന്ന വേദി കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഈ കൂട്ടായ്മ ഒരുക്കുകയാണ്. ഈ വർഷം ധ്യാനം നയിക്കുന്നത് സ്നേഹം നിറഞ്ഞ ജോർജി പള്ളിക്കുന്നിയൽ അച്ഛനാണ്. താബൂർ ധ്യാന കേന്ദ്രം ഡയറക്ടർ അച്ഛനാണ്. അച്ഛനും അതിൻ്റെ സംഘാടകരുമെല്ലാം തന്നെ ഫെബ്രുവരി മാസം 12 മുതൽ 16 വരെ ഇവിടെ കൊല്ലത്തുണ്ടായിരിക്കും. എല്ലാവരെയും സഹായിക്കുവാനായി ഒരു ആത്മീയമായ വലിയ സഹായം നൽകുവാനായിട്ട്, ആത്മീയമായിട്ട് നമ്മൾ ഹൃദയങ്ങളെ ഒരുക്കുവാൻ, കർത്താവിൻ്റെ വലിയ വിരുന്നിലേക്ക് പങ്കെടുക്കുവാനായിട്ട് അവർ നമ്മൾ ഒരുക്കുകയാണ്. ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നൽകുകയാണ്. പ്രത്യേകിച്ച് കൊല്ലം രൂപതയുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ നയിക്കുന്ന അനുജോസ് അച്ഛനെയും അതിൻ്റെ സംഘാടകരായ എല്ലാ ആത്മായ സഹോദരങ്ങളെയും പ്രത്യേകമായ രീതിയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ഒരുക്കം, ആ ഒരുക്കത്തിൻ്റെ ഫലം കൊയ്യുവാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും നന്മകളും നേരുന്നു. ഈ കരിസ്മാറ്റിക് കൂട്ടായ്മ ഒരുക്കുന്ന
ബൈബിൾ കൺവെൻഷനിലേക്ക് പങ്കുചേരുവാനായി ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള വിളിയാണ് കൺവെൻഷനിലൂടെ ഒരുക്കപ്പെടുന്നതെന്ന് കൊല്ലം രൂപത കരിസ്മാറ്റിക് ആനിമേറ്റർ ആൻഡ് ഡയറക്ടർ ഫാദർ അനിൽ ജോസ് പറഞ്ഞു. പ്രത്യാശയുടെ തീർത്ഥാടകരായ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ ഫെബ്രുവരി 12 മുതൽ 16 തീയതി വരെ പ്രഥമാശ്രാമ മൈതാനത്ത് ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായ ഫാദർ ജോർജി പള്ളിക്കുന്നതിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരും ആ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള ഒരു വിളിയാണ് ഈ ധ്യാനത്തിലൂടെ നമുക്ക്. അത്യുന്നതനായ ദൈവമേ, ഞാനങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കെല്ലാം നൽകുന്ന ദൈവത്തെ തന്നെ എന്ന സങ്കീർത്തന വചനങ്ങളെ നമുക്ക് ഓർക്കാം. 57-ാം സങ്കീർത്തനം 2-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനമാണ്. കർത്താവിനെ സ്നേഹിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടും ശക്തിയോടുകൂടി സ്നേഹിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന ഈ ധ്യാനത്തിൽ പങ്കുചേരുവാൻ നിങ്ങളെ കൊല്ലം ആശ്രാമ മൈതാനത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യും. ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നിൽ കൺവെൻഷൻ നയിക്കും. വൈകിട്ട് 3:30 മുതൽ ജപമാല, കുരിശിന്റെ വഴി ഗാനശുശ്രൂഷ, ദിവ്യബലി, വചനപ്രഘോഷണം, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ നടത്തും. രൂപതയിലെ വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 600-ലേറെ പേർ കൺവെൻഷനിൽ പ്രേക്ഷിതരായി സേവനം ചെയ്യും. ഷെഗനായ ന്യൂസ്, കൊല്ലം.